കടിയില്ലേ ആണല്ലയോ? ഓ അടിപൊളി. രൂപ ആണല്ലയോ? 1,00,000 രൂപ ഉണ്ട് അതിന്. 1 ലിറ്റർ കഴുതപ്പാലിന് 6,500 രൂപയ്ക്ക് അടുത്ത് വില വരുന്നുണ്ട്. 1 ലിറ്റർ കഴുതപ്പാലല്ലേ? പിള്ളേർക്ക് കാണാൻ പറ്റിയ ഒരു ഫാം, അത് സക്സസ് ആകട്ടെ. നമുക്കിനി കുറെ വ്യത്യസ്തങ്ങളായ സിനിമാ താരങ്ങളെ കാണാം. നമസ്കാരം. മാസ്റ്റർ കേരളയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ തട്ടയിലാണ്. നന്ദന ഫാമിലാണ്, നന്ദന ചിക്കു ഫാമിലാണ്. ഇവിടെ ഒരുപാട് താരങ്ങൾ, സിനിമാ താരങ്ങളുണ്ട്. ഇതും ഒരു സിനിമാ താരമാണ്. കാരണം നമ്മുടെ ബാഹുബലി സിനിമയിൽ അഭിനയിച്ച ഒരു താരമാണിത്. നമുക്കൊരു കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഇവിടെ ഇതിൻ്റെ ഓണർ ചിക്കു ചേട്ടനുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് സ്വാഗതം ചെയ്യാം. ചേട്ടാ നമസ്കാരം. 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 പിന്നെ ഒരു വീട് മുഴുവൻ മൃഗശാലയും കാഴ്ച വസ്തുക്കളും കുട്ടികളുടെ പാർക്കുമൊക്കെ ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സിനിമാ താരങ്ങളുണ്ടെന്ന് അറിയാം. നമുക്ക് ആ താരങ്ങളെ ഒന്ന് കണ്ടാലോ? തീർച്ചയായും. ഓക്കെ, എങ്കിൽ പിന്നെ അങ്ങോട്ട് പോകാം. ഇവിടെ നമ്മൾ ആദ്യം കാണാൻ പോകുന്ന താരം ഏതാ? ഈ കൂട്ടിക്കിടക്കുന്ന സാധനമാണ്. ഇതാണ് ഷുഗർ ഗ്ലൈഡർ. മീൻസ് പറക്കുന്ന അണ്ണാൻ എന്ന് പറയും. നല്ലപോലെ ഫ്ലൈ ചെയ്യുന്ന ടൈപ്പില് അണ്ണാനാണ്. ഇതിവിടെ ഇതാണ് പറക്കുന്ന അണ്ണാനല്ലയോ? അതെ അതെ. ഇതേ സിനിമയിൽ അഭിനയിച്ച? ഇത് സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ല. ഇത് നമ്മൾ പെറ്റായിട്ടുള്ള വളർത്തുന്ന കുറച്ച് ഐറ്റംസ് ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഓ അത് ശരി. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ സിനിമയിൽ അഭിനയിച്ച താരങ്ങളുണ്ട്. അവരെ കാണാൻ പോകുന്നതിന് മുമ്പ് ഈ പറക്കുന്ന അണ്ണാനെ തീറ്റി ഉറങ്ങിയിരുന്നിട്ട് തിന്നുവന്നു തോന്നില്ലയോ? പേരയ്ക്ക. ഇവര് രാവിലെ ഫുൾ ടൈം സ്ലീപ്പിംഗ് ആയിരിക്കും. അത് ശരി. രാത്രി ഒരു 7 മണിക്ക് ശേഷം ഫുൾ ആക്റ്റീവ് ആയിരിക്കും. അത് കൊള്ളാല്ലേ. ഇപ്പൊ അതിൽ മൊത്തം കണ്ട് ഉറങ്ങുകയും ചെയ്യും. മടിയനാ. രാത്രി വന്നിട്ട് ഉള്ള പേരക്കയും മാങ്ങയും ചക്കയും മാങ്ങയും എല്ലാം അടിച്ചു കയറ്റുമല്ലയോ? വിളിച്ചപ്പോൾ ഒരു മൈൻഡും ഇല്ല. ഇതിന്റെ പേരെന്തുവാ? ഷുഗർ ഗ്ലൈഡർ. ഷുഗർ ഗ്ലൈഡർ. പ്രത്യേകിച്ച് പേരൊന്നുമില്ലല്ലോ. നമുക്കിനി ഈ സിനിമയിൽ അഭിനയിച്ച താരങ്ങളുണ്ടല്ലോ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഒരു ഗ്ലാസ്സിനകത്തൊരു സാധനം കിടപ്പുണ്ടോ? ഉഗ്രമൂർഖൻ, ഉഗ്ര വിഷം ഉള്ള ഒരു സാധനമാണ്. ഇതിനെ ഇങ്ങനെ കൂട്ടിലിട്ട് കിടന്ന് ഉറങ്ങുവന്നില്ല. എഴുതേക്കടാ. ഇത് ഏത് സിനിമയിൽ അഭിനയിച്ച? ഷോർട്ട് ഫിലിമിൽ ഇപ്പം കേറിയിട്ടുണ്ടല്ലേ? ഇത് കാട്ടിൽ വെച്ച് കടിക്കുന്ന ഒരു സീനകത്ത്. ഇത് ഏത് ഇനത്തിലെ പാമ്പാ? ബോൾ പൈത്തൺ. ഇത് നമ്മളെ കടിക്കുന്ന ഒന്നുമില്ലല്ലോ? നോൺ പോയിസണസ് ആണ്. തൊടാനൊക്കെ പറ്റുമോ? ഇതോ ഈ കഴുത്തിലൊക്കെ പൊക്കി എടുത്തോണ്ട് വരുന്ന? അയ്യോ കടിയില്ലേ? ആണല്ലയോ? ഓഹ് അടിപൊളി. അതല്ലയോ? 1,00,000 രൂപ ഉണ്ട് അതിന്. എന്റെ പൊന്നോ, ഒരു പാമ്പന്റെ കയ്യിരിക്കുന്ന കണ്ടോ? സത്യത്തിൽ എനിക്ക് പേടിയാവുന്നു കേട്ടോ. അത് കടിക്കൂടെ? ഒന്നും ചെയ്തില്ല. എനിക്ക് അടങ്ങിയിരുന്നു, ഉറങ്ങി കേട്ടോ. മാമൻ പോട്ടെ. ഓക്കെ, ഇതും സിനിമയിൽ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച ഒരു താരമാണ്. ഇതിനൊക്കെ വെച്ചേക്കട്ടെ, കയ്യിരിക്കുന്നതിന് പേടി വരും. ഇദ്ദേഹത്തെ കയറി എഴുതിയൊക്കെ ചെയ്യും. നമ്മുടെ തോളയിലൊക്കെ ഇടാം. ഇപ്പൊ ഞാൻ ഇന്നലെ ഫീഡ് കൊടുത്തോണ്ടാണ് അതൊക്കെ ചെയ്തു തരാത്തെ. നമുക്ക് തോളയിലൊക്കെ ഇട്ടോണ്ട് ചുമ്മാ നടക്കാം. ഇത് ഫുഡ് കഴിച്ച പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് കയ്യിലെടുക്കരുത്. ഫുള്ള് റെസ്റ്റ് ആയിരിക്കും അല്ലേ? ഇത് ആഴ്ച എത്ര ദിവസം? എത്ര ദിവസം എടുക്കും ഫുഡ് കഴിക്കും? ആഴ്ചയിൽ 2 മൈസിനെ നമ്മൾ കൊടുക്കും. എന്ത് കഴിക്കുന്നേ? മൈസ് ഞാനത് കുഞ്ഞ് എലി അല്ലേ? ഈ കിടക്കുന്ന എലികള് അയ്യോ, ഇവിടെ കുഞ്ഞ് എലികളുണ്ട് കേട്ടോ. ഇതിനെ ഇത് അടച്ചു വെച്ചേക്കാം. അവിടെ കിടന്നോ, സ്വസ്ഥോടെ അവിടെ കിടന്നോ കേട്ടോ. അപ്പൊ ഇതിന്റെ ഈ തീറ്റ താണ്ട് ഇവിടെ ഉണ്ടല്ലേ? ഈ കാണുന്ന എല്ലാം അതിന്റെ ഫീഡുകൾ, കുഞ്ഞു എലികളല്ലയോ? ഇത് നമുക്ക് എടുക്കാനൊക്കെ പറ്റുമോ? പിന്നെന്താ, ഇത് വളരെ പെറ്റാണ്. നമുക്ക് ഈ ഒരെണ്ണം മാത്രം നമ്മൾ ഫുൾ ട്രെയിൻ ചെയ്തിരിക്കുന്നതാണ്. അത് ശരി. ആഹാ, കൊള്ളാലോ സാധനം. പോവാ എന്റെ കൈയൊക്കെ ഇരിക്കണേ. ഇങ്ങോട്ട് കയറി. കൊള്ളാലോ കേട്ടോ. കയ്യിലൊക്കെ കയറും. ഇത് പേനൊക്കെ നോക്കൂ, തലേ കയറിയിരുന്നു. അത് ശരി. ഇതിനെയാണ് തിന്നല്ലേ പാവം? ഇതിന്റെ കുഞ്ഞുങ്ങളെ നമ്മള് കൊടുക്കുന്നത്. ഇപ്പൊ ഇതൊക്കെ ബ്രീഡിംഗ് പർപ്പസിന് ഇട്ടേക്കുന്ന കുഞ്ഞുങ്ങളെ. അപ്പൊ ഒരു എലിയെ ആഴ്ച 2 ദിവസം എലിയെ കൊടുത്താൽ മതി? ആഴ്ച 2 ദിവസം. എത്ര എലിയെ തിന്നും? ആഴ്ച 1 ദിവസം 2 എണ്ണത്തിനെ കൊടുക്കും. അത്രേ ഉള്ളൂ, അത് മതി. വളർത്താനൊക്കെ ഭയങ്കര ലാഭമല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. നമുക്ക് ഇനി ബാക്കി താരങ്ങൾ അടുത്തേക്ക് പോയാലോ? ചേട്ടാ, ഇത് ദിനോസറിന്റെ കുഞ്ഞല്ലോ നേട്ടാ ഇരിക്കുന്നത്? ഇത് ഇഗ്വാന എന്ന് പറയും. ഇഗ്വാന. ഇത് കടി ഉപദ്രവകാരിയാണോ? ഒന്നുമില്ല, വളരെ പെറ്റാണ്. അതല്ലയോ? കണ്ടു കഴിഞ്ഞാൽ ഭീകര ജീവി. അതേ പറഞ്ഞ കണ്ടിട്ട് ഒരുപാട് ദിനോസറിന്റെ കുഞ്ഞു പോലെ ഇരിക്കുന്നത്. പ്യൂർ വെജിറ്റേറിയൻ ആണ്. ആഹാ, അത് കൊള്ളാം. അപ്പൊ വളർത്താൻ സൗകര്യം ഉണ്ടല്ലേ? ചെമ്പരത്തി പൂവാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് കൊള്ളാം. ഓക്കെ, അപ്പൊ ഈ സിനിമയിൽ നിന്ന് അഭിനയിച്ചിട്ടൊന്നുമില്ല. അപ്പം ഏതെങ്കിലും സിനിമയിൽ ഇനി വരാമെന്ന് പ്രതീക്ഷിക്കാം. ഇപ്പൊ സിനിമയിൽ ഭാവി താരത്തെ നമ്മളിങ്ങനെ വളർത്തുക. ഇത് എത്ര രൂപ വരും ചേട്ടാ ഇതിന്? ഇത് ഏകദേശം ഒരു 1 ലക്ഷത്തിനൊക്കെ അടുത്ത് വില വരും. അനുസരിച്ചാണ്. ഇത്രയേ ഉള്ളൂ, നിസാരം അല്ലേ? 1 ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെ ഉള്ളു. മലയാളത്തിൽ ഈ അടുത്ത സമയത്ത് ഏറ്റവും സൂപ്പർ ഹിറ്റായ ഭ്രമയുഗം സിനിമയിൽ അഭിനയിച്ച ഒരു താരമാണ് ഈ ഇരിക്കുന്നത്. കണ്ടോ? അതിനകത്ത് നമ്മുടെ ഭരതന്റെ മകൻ അല്ലേ, സിദ്ധാർത്ഥ് പിടിച്ച് മമ്മൂട്ടിക്ക് കറി വെക്കാൻ കൊണ്ട് കൊടുക്കുന്ന, കറി വെച്ച് കൊടുക്കുന്ന
ആ ഒരു ജീവിയാണ്. ഇത് നമുക്ക് പിടിക്കാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ എല്ലാം പറ്റും കേട്ടോ. ഇതിനെയാണ് അന്ന് സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചെങ്കിലും ജീവനോട് ഇപ്പോൾ ഉണ്ട്. ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താ? ഫാരറ്റ്. ഫാരറ്റ്. ഓ ഈ നമ്മുടെ പന്നി ഇതിൻ്റെ ഈ കീരി വർഗത്തിൽപ്പെട്ടതല്ലേ? ഇന്ത്യൻ ആണോ? വെളിത്തെ ബ്രീഡാ ആണല്ലേ? അതല്ലേ? ദാ ഇവനാണ് മോനെ നമ്മുടെ ഭ്രമയുഗത്തിലെ താരം. കണ്ടോ അങ്ങനുണ്ട്? എന്തോ ഇതിന് കടിക്കരുത് വേണോ? സത്യം പറഞ്ഞാൽ ഇതിനെ എടുക്കുന്നത് പേടിച്ച് ചേട്ടാ നില്ല ഞാൻ മാറിക്കാതെ. ഇതൊക്കെ ഫുൾ ടൈംഡ് ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ ഈ അഗ്രസീവ് ആവും. ഇതിനെന്ത് ഫുഡാ കൊടുക്കുന്നേ? ചിക്കൻ. അത് ശരിടാ, നീ കുറെ ചിക്കനൊക്കെ തണ്ടോ? അവൻ്റെ മാമനെ കണ്ടപ്പോൾ അവൻ ചാടുന്ന കണ്ടോ അങ്ങോട്ട്? ഇവിടെ ആളോ ഇങ്ങോട്ട് നോക്ക്, എങ്ങനെയുണ്ട്? കടിക്കരുത്, അടയ്ക്കുന്നില്ല കുതിരേ. എടാ ഒന്നും ചെയ്യല്ലേ. ഇത് ഏത് സിനിമയിൽ അഭിനയിച്ച താരമാ? ഇത് നമ്മുടെ ടെർബോ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമയ്ക്കകത്ത് ടെർബോയിലെ പുതിയ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ച 2 കുതിരകളിൽ ഒരു കുതിരയാണ് ഇത്. അടിപൊളിടാ. എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് എന്തൊക്കെ പറഞ്ഞു? ഇഷ്ടംപോലെ ഫുഡൊക്കെ തന്നു നിനക്ക്? ഇതാളുന്നുണ്ട് അക്രമകാരിയല്ലോ വന്നോ? അതോ സൈലന്റ് ആയിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ടെർബോ സിനിമയിൽ അഭിനയിച്ച ഒരു നടനാണ്. ഒന്ന് ചെയ്യല്ലേ ഇവിടെ നിൽക്കുന്നത്. മമ്മൂട്ടിയുടെ കൂടെ അഭിനയിച്ചല്ലേ? അതെ. ടെർബോ മാത്രമല്ല നിരവധി മലയാളം തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ശരി. ഇത് ഈ ഫുള്ള് ഇത് ഇടയ്ക്കിടയ്ക്ക് കുത്തുകുത്തി കാണുന്നത് ഡോട്ടായിട്ടുള്ള ചില കുതിരകൾക്കുള്ളതാണ്. ചില നൊക്കറ കുതിരകൾക്ക് ഇങ്ങനെ ഡോട്ടായിട്ട് വരും. ഇതാണ് ചുഴികൾ, കണ്ടില്ലേ? ഈ ചുഴി പോലെ ഇവിടെ വരും. ഇത് ഈ നെറ്റി ചുഴി എന്ന് പറയും. ഇത് കണ്ണിന് താപ്പോട്ട് വന്നു കഴിഞ്ഞാൽ ആ നിൽക്കുന്ന വീടിന് ദോഷമാണെന്നാ പറയുന്നത്. അങ്ങനെയാണല്ലേ? അപ്പൊ ഈ കുതിര നമ്മുടെ വീടുകളിൽ വാസ്തു നോക്കുന്ന പോലെ തന്നെ കുതിരകൾക്കും ചുഴി നോക്കും. അതേപോലെ തന്നെ ഈ ചുഴി മേളിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഐശ്വര്യമാണ്. അതേപോലെ തന്നെ ചെവിയുടെ മേളിൽ 2 ചുഴികളുണ്ട്. ഏകദേശം 100 ചില്ലാനും ചുഴികളോളം ഒരു കുതിരയ്ക്കുണ്ട്. ഇത് ഒരു ദിവസം എത്ര ഫുഡ് കൊടുക്കും? ഫുഡ് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. ഏകദേശം ഒരു 1000 രൂപയ്ക്ക് അടുത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം. അതെ, 100 രൂപയ്ക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം, 1000 രൂപയ്ക്കും കൊടുക്കാം, 2000 രൂപയ്ക്കും കൊടുക്കാം. നമ്മുടെ ആസ്തിക്കനുസരിച്ച് പട്ടിണിക്കൊന്നും എടുത്തില്ല. നമ്മുടെ മുത്തല്ലേ? എന്റെ പേരെന്തുവാ? ഇത് ആമീൻ നന്ദനാണ് കുതിര. ആമീൻ നന്ദന, നമ്മുടെ ഫാമിന്റെ പേര് തന്നെ നന്ദന ഇട്ടേക്കുന്നത്. അതുപോലെ കുതിരയുടെ പല്ല് കണ്ടില്ലേ? പല്ല്, ആ പല്ലിന്റെ ഇതനുസരിച്ചാണ് പ്രായം മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്നത്. ഓ അത് ശരി. പല്ല് കാണിച്ചാമി കണ്ടില്ലേ? അപ്പൊ പല്ലിന്റെ അളവും കാര്യങ്ങളും പണ്ടോട് പറയും നീ ദാനം കിട്ടുന്ന പശുവിന്റെ പല്ലെണ്ണി നോക്കരുന്ന് പറയും. ഇപ്പൊ ഈ പല്ല് നോക്കിയെങ്കിലേ നമുക്ക് കണ്ടോ നല്ല ചിരി നോക്ക്. ഇത് ബിർളാനാണ് കുതിരയുടെ പേര്. നല്ല പേരാണ് ടാറ്റ ബിർള എന്ന് പറയുന്നത്. ഫാമിലെ ഏറ്റവും പ്രായം ചെന്ന കുതിരകളിൽ ഒരു കുതിരയാണ്. ഇവിടെ കുതിരവണ്ടി യാത്രയുണ്ട്. സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് കുതിരവണ്ടി യാത്ര. അടിപൊളിയാണ്. കുതിരവണ്ടി യാത്രയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന കുതിരയാണ്. നമ്മൾ എത്ര ദൂരം വരെ പോകും? ഇത് നമുക്ക് 2 റൗണ്ട് നമ്മുടെ പറമ്പിന് ചുറ്റിനും 2 റൗണ്ട് ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിനകത്തൂടെ പോകും. എത്ര രൂപ നമ്മൾ അതിന് ഫീസ് ആക്കുന്നത്? ഇത് ഒരാൾക്ക് 100 രൂപ വെച്ച്. ഓ അത് ശരി. അപ്പൊ എന്തായാലും ഇവിടെ വരുന്നവർക്ക് ഈ കുതിരവണ്ടിയിൽ യാത്ര ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ കുതിരവണ്ടി റെഡിയാണ്, കുതിരയും റെഡിയാണ് അല്ലേ? അപ്പൊ ശരിയായി. ആ കുതിരവണ്ടി ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ച കുതിരവണ്ടിയാണോ? റോമൻസ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഉപയോഗിച്ച കുതിരവണ്ടിയാണ്. റോമൻസില് അടുത്ത 2-3 താരങ്ങൾ. ഇതൊക്കെ ഇതും ഒരുപാട് തമിഴ് സിനിമയിലും ഏതൊക്കെ സിനിമ പഞ്ചവർണ്ണ തത്ത സിനിമയ്ക്കകത്ത് അഭിനയിച്ച ഒരു കഴുതയാണ് അമ്മു എന്നാണ് പേര്. ഇപ്പൊ കഴുതയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കഴുതയ്ക്ക് ഏകദേശം 1 ലിറ്റർ കഴുതപ്പാലിന് 6500 രൂപയ്ക്ക് അടുത്ത് വില വരുന്നുണ്ട്. 1 ലിറ്റർ കഴുതപ്പാലല്ലേ? പക്ഷേ 1 ലിറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം 10 കഴുതയോളം നമുക്ക് വളർത്തണം. 50 ml ഒക്കെ ഒരു കഴുതയിൽ നിന്ന് മാക്സിമം കിട്ടത്തുള്ളൂ. ഓ അത് ശരി. ഇത് നമ്മുടെ സാധാരണ പുല്ലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അതെ. ഇപ്പൊ നമ്മൾ പഞ്ചവർണ്ണത്തെ സിനിമയ്ക്കകത്ത് നമ്മുടെ സുഹൃത്ത് ഷാജി എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് അതിനകത്ത് കഴുതകളെല്ലാം സപ്ലൈ ചെയ്ത്. ഓ അത് ശരി. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നാണ് ഞാൻ കഴുതകളെല്ലാം വാങ്ങിച്ചത്. ഏകദേശം ഒരു 6-7 കഴുത ഇവിടെ ഉണ്ട്. ഇപ്പൊ ബാക്കിയെല്ലാം ഷൂട്ടിങ്ങിന് പോയേക്കുവാണ്. ഇപ്പൊ ഇത് ഇവിടുത്തെ മെയിൻ ബ്രീഡാണ്. അത് ശരി. ഇത് പെണ്ണാണോ? ഇത് ഫീമെയിൽ ആണ്. ഫീമെയിൽ. ഈ പഞ്ചവർണ്ണ തത്ത സിനിമയിൽ അഭിനയിച്ചല്ലേ? അതെ. എമു പക്ഷികൾ. ഇതിന്റെ മുട്ടയൊക്കെ ഏകദേശം 500 രൂപ മുതൽ 1500 രൂപ വരെ വിലയുണ്ട്. അത് ശരി. ഇത് നമ്മളെ കടിക്കോ അങ്ങനെ ചെയ്യോ? ഇല്ല, ഒന്നും ചെയ്യത്തില്ല. ഇത് ഫുൾ ടൈംഡ് ആയിട്ടുള്ള ഒരു ബേഡാണ്. അത് ശരി. പക്ഷെ ക്രൂവൽ മൈൻഡ് ആണ്. ഏറ്റവും വലിയ ഓട്ടക്കാരാണ്. അത് പിന്നെ ലെഗ് ഒക്കെ ഒരു കുതിരയുടെ കാലിന്റെ ശക്തിയുണ്ട്. ഉണ്ടല്ലേ? അത് ശരി. ഒരു തട്ടൊക്കെ തട്ടി നമ്മുടെ പണിയാവും. അതെ. പിന്നെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഇപ്പൊ ഒരു എമു പക്ഷിക്ക് ഏകദേശം 60000 രൂപയ്ക്ക് അടുത്ത് വില വരും. അയ്യോ, അത്രയും വിലയുണ്ട്. പിന്നെ ഏകദേശം ഒരു 3 എണ്ണത്തിനൂടെയൊക്കെ നമുക്ക് ഒരു മാസം തന്നെ 10-30,000 രൂപ ഫുഡിന് മാത്രം കോസ്റ്റ് വരും. അത്രയോ? ഇതിന് മുട്ടയൊക്കെ നമുക്ക് ഒരു വർഷത്തിൽ മാക്സിമം പോയാൽ ഒരു 30 മുട്ട.
ഒരെണ്ണം തരത്തുള്ളൂ. നമുക്കിവിടെ ഈ 2026 വരെ ബുക്കിംഗ് മുട്ടയ്ക്ക്. അത് ശരി. അതുകൊണ്ട് 2026 വരെ ഇനി മുട്ടയ്ക്ക് വേണ്ടി ആരും ഇങ്ങോട്ട് വരണ്ട. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പോഴേ ബുക്ക് ചെയ്തോ, കിട്ടുന്നൊരു നല്ലൊരു അവസരമാണ്. വേണ്ടേ? മതിയോ? ഇവിടെ കാണിക്കുന്നു 1500. ഒരു മുട്ട എത്ര രൂപ കൊടുക്കുന്നത്? 1500 രൂപയാണ് ഒരു മുട്ടയുടെ വില. ഈ ഇതുണ്ടല്ലോ, അടുത്ത ഒരു താരമാണ് മലയാളത്തിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമകളായ മാമാങ്കം, കായങ്ങൾ കൊച്ചുണ്ണി, ഈ 2 സിനിമയിൽ അഭിനയിച്ച മറ്റൊരു താരമാണ് ഇപ്പം ഉള്ളത് അല്ലേ? ഇത് എങ്ങനെയുണ്ട് ആള്? നമ്മളുമായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ടൈംഡ് ആയിട്ടുള്ള ഒരു ഓട്ടോവാണ്. നമ്മുടെ ഹൈദ എന്നാണ് ഓട്ടോത്തിന്റെ പേര്. നമ്മൾ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഓക്കെ. അപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളതാണ്, രാജസ്ഥാനിലെ ഇതിന്റെ ഹൈദ എന്നാണ് ഇവന്റെ പേര്. സാറേ എങ്ങനെയുണ്ട്? നമ്മുടെ ഒരു വീട് മുഴുവൻ ഒരു ഫാമും ഒരു മ്യൂസിയവും ഒക്കെ ആക്കിയിട്ടേക്കും. കണ്ടിട്ട് നെറ്റ് കണ്ടിട്ട് ഞങ്ങൾ റാന്നിന്നാണ് വരുന്നത്. അപ്പൊ അടൂന്ന് 10-30 കിലോമീറ്ററോളം ഉണ്ട്. ഇവിടത്തേക്കോ? ഇല്ല, റാന്നിന്ന് വരുന്നത്. അപ്പം ഞങ്ങൾ അത് കാണാൻ വേണ്ടി വന്നാ. ഇതിനകത്ത് കണ്ട ഞങ്ങള് പുള്ളി പിന്നെ ഓണർ അല്ലേ, പുള്ളിയുടെ മകന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ കണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് പിള്ളേർക്ക് കാണാൻ പറ്റിയ ഒരു ഫാം, അത് സക്സസ് ആകട്ടെ. ഇവരുടെ ഒരു നല്ലൊരു നല്ലൊരു പരിപാടിയാണിത്. അതൊരു വീട്. ചേച്ചി എങ്ങനെയുണ്ട്? കണ്ടിട്ട് പ്രതീക്ഷിച്ചൊരു നല്ലതായിട്ട് തന്നെ തോന്നുന്നുണ്ട് അല്ലേ? നമ്മള് പ്രതീക്ഷിച്ചില്ല, കണ്ടപ്പോഴാണ് കുറച്ചുകൂടെ ഒരു സന്തോഷമായി പോയി. അപ്പൊ എന്തായാലും അവിടെ ചെന്ന് നാട്ടുകാരോടെല്ലാം പറയണം, ഇവിടെ നമ്മുടെ ഇന്ന സ്ഥലത്ത് നമ്മുടെ അടൂര് തട്ടയിൽ ഇങ്ങനെ ഒരു ഫാമുണ്ട്, നമുക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റുന്ന, നമുക്ക് നല്ല എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെന്ന് പറയണം. എങ്ങനെ ഉണ്ടായിരുന്നു? എവിടെയാണ് മാറി? ഇൻട്രസ്റ്റ് ആയി വന്നപ്പോഴാണ് ഓടി ചാടി നടന്നെല്ലാം കാണാൻ ഇഷ്ടമായിരുന്നു അവന്. ആണല്ലേ? മോനെ എങ്ങനെയുണ്ട് കണ്ടിട്ട്? സൂപ്പറാണോ? ഒന്ന് പറ, സൂപ്പറാന്ന് ഒന്ന് പറ, കേക്കട്ടെ. പറയത്തില്ല? ഓക്കെ. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് കണ്ട ഒരു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു സംഭവം ഇവിടുത്തെ. ആണല്ലേ? നമ്മുടെ വീട് കൈപ്പിട്ടിട്ടാണ്, ഇവിടെ ഇതിനടുത്താണ്. ഇതുവരെയായിട്ട് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് ആദ്യമായിട്ട് ഇവിടെ ഇത് ഒന്ന് കാണുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് ഇവിടെ നിന്നാലേ അത് എൻജോയ് ചെയ്യാൻ പറ്റും. പോകാൻ മനസ്സും വരത്തില്ല, പോകാൻ മനസ്സ് ശരിക്കും. മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഓക്കെ. ഇതാണ് ഇവിടെ വരുന്ന ഈ ആളുകൾക്കൊക്കെ പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറമേ കാണുന്ന പോലെയല്ല, നല്ല കാഴ്ചകളുടെയും വിനോദത്തിൻ്റെയും അറിവിൻ്റെയും ഒരു അത്ഭുത ലോകം തന്നെയാണ് ഈ നന്ദന ചിക്കൂസ് ഫാം എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഇന്ന താരങ്ങളാണെന്ന് ഒരുപക്ഷെ ഇപ്പോൾ പറയുമ്പോഴായിരിക്കും കൂടുതൽ ആളുകൾ അറിയുന്നത്. ഇപ്പം പ്രമേഹത്തിലായാലും ഈ മാമാങ്കത്തിലായാലും അങ്ങനെ നമ്മുടെ ഈ താരങ്ങളുടെയൊക്കെ ഒരു സംഗമമായി, സിനിമ നടന്മാരുടെയും നടിമാരുടെയും ഒരു വിളനിലമായി സംഗമമായി നമ്മുടെ നന്ദന ഫാം മാറിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം